പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? ഈ വാക്യം പ്രസക്തമാകുന്നത് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരും ലോകത്തിൻ്റെ സന്തോഷം ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്കും ഈ വാക്യം നേരെ തിരിച്ചാണ് അർത്ഥമുള്ളതാകുന്നത്. ആത്മാവിന് വേണ്ടി ലോകം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഏത് വശത്തേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് ലോകത്തിൻ്റെതായി ജീവിക്കാം, സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ജീവിതവും നടത്താം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും ലോകത്തിൻ്റെ വഴികളിൽ നിന്നും മാറി നടന്ന് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാവണം നമ്മളെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ വലിയ സൗഭാഗ്യങ്ങളുടെ നഷ്ടം നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല, നമുക്ക് നഷ്ടം വരുത്തുന്നില്ല. സ്വർഗത്തെ, ആത്മാവിനെ, ദൈവവുമായി ബന്ധപ്പെടുത്തുന്ന ഏക കാര്യമായ നമ്മുടെ ആത്മാവിനെ പ്രാധാന്യമുള്ളതായി കരുതി ജീവിക്കാം. ആമേൻ.